ഇന്നിപ്പോൾ ആ ചെടികൾ കുറച്ച് ദിവസം ഇതിലോട്ട് ഇങ്ങനെ നട്ട് വെച്ചിട്ട്, അപ്പോൾ ഇത് ഇനി അപ്പുറത്തെ പറമ്പിലോട്ട് മാറ്റാൻ ഓർത്താണ്. ഇതിപ്പോൾ വെയിലില്ല ഇവിടെ, ഇപ്പോൾ വെയിലത്തോട്ട് മാറ്റാൻ ഓർത്താണ്. ഇത് രണ്ടാ ചെടികളൊക്കെ പോയിട്ടുണ്ട്. ഇത് ഒരെണ്ണം നിൽക്കുന്നത് വാടി നിൽക്കുന്നുണ്ട്, ഈ ചെടി പോയിട്ടുണ്ട്. വേറെ ഒന്നും വലിയ ഇതും പോയിട്ടുണ്ട്. വേറെ ഒന്നും വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കണം. പിന്നെ നമുക്കിവിടെ പച്ചമുളക് അങ്ങനെ ഉണ്ടാവണില്ല. ഇപ്പം എന്താണെന്നറിയില്ല, നമ്മുടെ മണ്ണിൻ്റെ കുഴപ്പമാണോന്നറിയില്ല, കുമ്മായ മിക്സ് ചെയ്യണമെന്നോ എന്താണെന്ന് അറിയില്ല. എന്ന് വെച്ചാൽ അന്ന് നട്ടിട്ട് പച്ചമുളക് അധികം ഉണ്ടായില്ല. എന്നാലും നമ്മൾ നിർത്തണില്ല, എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഇതിൽ വെണ്ടയ്ക്കുണ്ട്, മുളകുണ്ട്. വേറെ വേറെ പച്ചക്കറി ഒന്നും വാങ്ങിയില്ല. ചെടി വെക്കാൻ വേണ്ടി ഇവിടെ ചേട്ടൻ്റെ പുല്ല് വെട്ടിക്കളയണോടന്ന് മഴ പെയ്തപ്പേ കാട് പിടിച്ച്. നമുക്ക് പുല്ല് വെട്ടിയാലും നമുക്ക് നിലത്ത് വെക്കാൻ പറ്റില്ല ചെടികൾ. കാരണം എന്ന് വെച്ചാൽ ഈ മണ്ണ് കയറും, ഉപ്പുവെള്ളം കയറുമല്ലോ. ഉപ്പുവെള്ളം കയറിയാലും മഴവെള്ളം കയറിയാലും നമുക്കറിയാമല്ലോ, എപ്പോഴും ഇവിടെ വെള്ളക്കെട്ടായി മാറും. പിന്നെ ചെടി വെക്കാൻ പറ്റില്ല, നമുക്ക് എന്തെങ്കിലും കല്ലിൻ്റെ മേലേക്ക് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഇവിടെയൊക്കെ ഇത് പൊക്ക സ്ഥലമാണല്ലേ, ചവറ് കൂട്ടിയിട്ട സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് കൊണ്ട് വെക്കാനേ പറ്റുള്ളൂ, നിലത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ പിന്നെ പറ്റണ പോലെ നിരപ്പാക്കിയിട്ട് വെക്കാമെന്നും പറഞ്ഞൊരു വൃത്തി വേണമല്ലോ വെക്കുമ്പോൾ. പിന്നെ ഞാനീ പറഞ്ഞ പോലെ കണ്ട നമ്മുടെ മുളക് അങ്ങോട്ട് കായ്ച്ച് കിട്ടിയില്ലൊന്നും. മണ്ണിൻ്റെ കുഴപ്പമാണെന്നറിയില്ല. ഈ തൈയുടെ ഇല കണ്ടാൽ തന്നെ അറിയാം, കുഞ്ഞിലകളായിട്ടാണ് ഈ വന്നാക്കണം. എല്ലാ തൈകളും അതെ, കായ കിട്ടിയില്ല. ഈ വഴുതനങ്ങയാണ് ശരിക്കും നമുക്ക് കിട്ടിയത് ഇപ്രാവശ്യം. വഴുതനങ്ങയും കിട്ടി, പിന്നെ കുറച്ച് തക്കാളി ചെറുതാണെങ്കിലും കുറച്ച് കിട്ടി ഇത്തവണ. കോവക്കെ അങ്ങനെ ഇനി ഇത് വെക്കാൻ നോക്കട്ടെ. കുറച്ച് തൈകളുണ്ട്, അപ്പോൾ എല്ലാവരും വെക്കണമല്ലോ. അപ്പോൾ ഞാനിത് ഗ്രോ ബാഗ് ഇവിടെ കൊണ്ട് വെക്കട്ടെ. ഗ്രോ ബാഗുകൾ കുറേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എത്തിച്ചിട്ടാ. ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങാട് കൊണ്ടു കൊടുത്ത ചേട്ടനെ ഇപ്പുറത്തോട്ട് എത്തിച്ച്. ഇനി നല്ല വെയിലാണ് ഇവിടെ. രണ്ടെണ്ണം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. വെണ്ട ഒരെണ്ണമൊക്കെ വാടിപ്പോയി. 3-4 ചെടികൾ നമുക്ക് വാടിപ്പോയി. ഇനി ഇവിടെ വെച്ച് എത്രണ്ണം വാടുമെന്നറിയില്ല. അത്ര ആരോഗ്യത്തിലല്ല നിൽക്കണത്. പക്ഷേ അവിടെ വെയിൽ കൊള്ളാണ്ട് നിൽക്കുമ്പോഴും അത്ര ആരോഗ്യത്തിലല്ല ചെടികൾ നിൽക്കണത്. വെയിലും വേണമല്ലോ ചെടികൾക്ക്. ഇപ്പോൾ 3-4 ദിവസമായി നമ്മൾ നട്ടിട്ടത്. ഞാനീ പയർ അവിടെ ഇവിടെയൊക്കെ പടർന്നിടക്കണേ, അതിനൊന്ന് നേരാക്കണമായിരുന്നു. കഴിഞ്ഞ ഗ്രോ ബാഗ് കൂടെ വെച്ച് ലാസ്റ്റത്തെ ഗ്രോ ബാഗാണ് പോണത്. അവിടെ ഇവിടെയൊക്കെ അങ്ങനെ വെച്ചാക്കിയാണ്. ഇനി അതിൻ്റെ മേലെ ഒരു തുഞ്ചുണ്ടല്ലോ, ഈ ഓലയുടെ തുഞ്ചെടുത്ത് വെക്കണമെന്ന് പറഞ്ഞു ചേട്ടൻ. അല്ലെങ്കിൽ നല്ല വെയിലാണ് ഇവിടെ. മധുരക്കിഴങ്ങ് നല്ല പടർന്ന് കിടക്കുകയാണ്. പക്ഷെ മധുരക്കിഴങ്ങ് കായ ഉണ്ടാകുന്നിപ്പോൾ ചേട്ടൻ നോക്കാറില്ല. എന്നാൽ തുരപ്പനെടുത്ത് പോയാൽ പിന്നെ നമുക്ക് വലിയൊരു മധുരക്കിഴങ്ങാണ് എടുത്തുകൊണ്ട് പോയത്. അതിൽ പിന്നെ ഇങ്ങനെ വലിയൊരു നിരീക്ഷണം നടത്താറില്ല ഇവിടെ. ഇതിൽ പക്ഷെ ഉണ്ടാവും കേട്ടോ, ഉണ്ടാവും. കിട്ടുമെന്ന് നമുക്ക് സംശയം മാത്രമേ ഉള്ളൂ. സംഗതി ഉണ്ടാവും ഇതിൽ. കീരിയാണ്, തുരപ്പം മാത്രമല്ല കീരി വനുണ്ട്. നമുക്ക് ഇവിടെ കീരിയുടെ ശല്യം ഭയങ്കര കൂടുതലാണ്. പുല്ലുകളും നിൽക്കുന്നുണ്ട്. പുല്ലിങ്ങനെ പറിച്ച് കളയാനുള്ള പുല്ലുള്ളു, നമ്മൾ ഇറങ്ങിയാൽ മതി. ഇത് ഈ വെണ്ട ഉണ്ടാവും കേട്ടോ. വെണ്ടയ്ക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. വെണ്ട നമുക്ക് ഉണ്ടായി കിട്ടി. 2-3 തൈ ഉള്ളെങ്കിലും ആ ഉള്ളതിൽ നിന്ന് നമുക്ക് വെണ്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മുളകിനാണ് പ്രശ്നം വന്നത്. മുളക് നമുക്ക് കിട്ടിയില്ല ഇതിന്. പക്ഷേ ഈ മഴ പെയ്തപ്പോൾ ഇതിനൊക്കെ ഒരു ചൊടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ മുളക് കായ കിട്ടിയില്ല. അവിടെ ഈ ഓലെടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു തെങ്ങിക്കണേൻ്റെ തേങ്ങ താഴത്തൊക്കെ വീണടക്കുകയാണ്. അപ്പോൾ അത് എടുക്കണത്. ഈ പുല്ല് വളർന്നിക്കണ കാരണം നമ്മൾ അങ്ങോട്ട് ചെല്ലാറില്ല. എല്ലായിടത്തോട്ടും നമ്മൾ ചെല്ലാറില്ല. 1 മണിക്ക് കഴിഞ്ഞാൽ വേറെ പണിയായി പോകും. അത് മൂടട്ടെ, അത് കുഴപ്പമില്ല. നല്ല വെയിലടിക്കലും ഭേദമല്ലേ. ഓല കൊണ്ട് വെക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് ഇവിടെ. ഇത് മുഴുവനിനി ഓല വെച്ച് മറച്ച് വെക്കണം. വെയിൽ നേരിട്ടടിക്കണത് കുറക്കണം. എന്നിട്ടാണ് എന്നാലും ഇനി ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനും കൂടി ചെയ്യട്ടെ. ഇപ്പോൾ ഒരുവിധം എല്ലാത്തമ്മയും ഓല കൊണ്ട് ഇങ്ങനെ മറച്ച് വെച്ചിട്ടുണ്ട്. തുഞ്ച് കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട്.
എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും പച്ചമുളകൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. കാരണം അധികം ഉണ്ടായി കിട്ടിയില്ലെങ്കിലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാതിരിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നോർത്താണ് ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഏതായാലും നിർത്തിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.